നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ടെക്സസ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി സൗജന്യ ട്യൂഷൻ പ്രഖ്യാപിച്ചു. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ദേവാലയ പ്രതിഷ്ഠാ ശുശ്രൂഷ ഓഗസ്റ്റ് 16-ന്. മന്ത്രശാക്തയം 2027 ആത്മീയ ശുഭാരംഭം മൂകാംബികയിൽ. യുക്രൈനിൽ കൊല്ലപ്പെടുന്നവരെ പറ്റി ആശങ്കയില്ല. റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്നു. ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ്. വേൾഡ് പീസ് മിഷന്റെ ചാരിറ്റി ഹൗസിംഗ് പ്രൊജക്ട് ആദ്യ ഭവനം കൈമാറി. വാർത്തകൾ വിശദമായി. ടെക്സസ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി ടെക്സസിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ട്യൂഷൻ പ്രഖ്യാപിച്ചു. 2026 അധ്യയന വർഷം മുതൽ TCU ഫോർ ടെക്സസ് എന്ന പുതിയ പദ്ധതിയിലൂടെ യോഗ്യരായ ബിരുദ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ് പൂർണ്ണമായും സൗജന്യമായിരിക്കും. ഇതിനു പുറമെ ഭക്ഷണം, താമസം എന്നിവയ്ക്കുള്ള സാമ്പത്തിക സഹായവും ലഭിക്കും. വാർഷിക വരുമാനം $70,000 താഴെയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള പെൽ ഗ്രാന്റ്സിന് അർഹതയുള്ള ടെക്സസ് നിവാസികളായ ആദ്യവർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി TCUവിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് eMalayali. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ റൊഷാരിനിൽ പുതുതായി പണി കഴിപ്പിച്ച ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ 2025 ഓഗസ്റ്റ് 16-ന് 9 മണിക്ക് നടത്തും. ഇവാഞ്ചലിക്കൽ സഭയുടെ പ്രിസൈഡിംഗ് ബിഷപ്പ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് എബ്രഹാം പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിക്കും. തദവസരത്തിൽ വിവിധ സഭകളിലെ വൈദിക ശ്രേഷ്ഠർ, വിശ്വാസികൾ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കുന്നതായിരിക്കുമെന്ന് ഇടവക വികാരി റവറൻഡ് ഡോക്ടർ ജോബി മാത്യു, വൈസ് പ്രസിഡന്റ് മത്തായി കെ മത്തായി, സെക്രട്ടറി ജോർജ് മാത്യൂസ് എന്നിവർ സംയുക്തമായി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali. മന്ത്രശാക്തയം 2027 ഹൈന്ദവ മഹാസമ്മേളനത്തിന് ആധ്യാത്മികമായ ഊർജം പകരാൻ മൂകാംബികയിൽ ആദിപരാശക്തിയുടെ അനുഗ്രഹത്തോടെ ആത്മീയ ശുഭാരംഭം. ശാക്തേയ അനുഭവങ്ങളുടെ നവദിശയിൽ ആദിപരാശക്തിയുടെ പാതാരവിന്ദങ്ങളിൽ തൊട്ടാരംഭിക്കുന്ന ഈ ദിവ്യയാത്ര ശാക്തേയം 2027 എന്ന മഹാസമ്മേളനത്തിനുള്ള ആത്മീയ ശക്തിയും ദൈവിക ദിശാനിർദ്ദേശവും പകരുന്നതിന്റെ ആദ്യപടിയാണ്. മന്ത്ര പ്രസിഡന്റ് ശ്രീ കൃഷ്ണരാജ് മോഹനന്റെ നേതൃത്വത്തിൽ മൂകാംബിക ക്ഷേത്രത്തിന്റെ പ്രധാന കാർമ്മികനായ ശ്രീ നരസിംഹ അടിക ഹൈന്ദവ സമ്മേളനത്തിലേക്കുള്ള വിഗ്രഹം പൂജിച്ച് ആശീർവദിക്കും. പിന്നീട് പൂജിച്ച വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷമാകും സമ്മേളന നഗരിയിലേക്ക് എത്തുക. ബ്രഹ്മശ്രീ മനോജ് നമ്പൂതിരിയുടെ ആചാര്യ നേതൃത്വത്തിൽ കൂടിയാണ് ഓഗസ്റ്റ് 5-ന് പ്രസ്തുത ചടങ്ങുകൾ നടത്തപ്പെടുക. ന്യൂസ് ഡെസ്ക് eMalayali. ഇന്ത്യക്ക് നേരെ വീണ്ടും തീരുവ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇന്ത്യ വൻതോതിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുവെന്ന് മാത്രമല്ല, വിപണിയിൽ വലിയ ലാഭത്തിന് വിൽക്കുകയും ചെയ്യുന്നു. റഷ്യയുടെ ആക്രമണത്തിൽ യുക്രൈനിൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്നതിൽ അവർക്ക് ആശങ്കയില്ല. അതിനാൽ ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകേണ്ടുന്ന തീരുവ ഞാൻ ഉയർത്തും, ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ജൂലൈ 30-നായിരുന്നു ഇന്ത്യയിൽ നിന്നും US-ലേക്ക് കയറ്റി അയക്കുന്ന ചരക്കുകൾക്ക് 25% തീരുവ ചുമത്തിയെന്ന കാര്യം ട്രംപ് പ്രഖ്യാപിച്ചത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് പിഴച്ചുങ്കം ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഓഗസ്റ്റ് 1 മുതൽ ടാരിഫ് പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക് eMalayali. അഗതികളും അതിദരിദ്രരുമായ വിധവകൾക്ക് കേരളത്തിലെ ഓരോ ജില്ലയിലും 10 വീടുകൾ വീതം കേരളമാകെ 140 വീടുകൾ പൂർത്തീകരിച്ച് നൽകുന്ന വേൾഡ് പീസ് മിഷൻ പീസ് ഹോം പ്രൊജക്ടിന്റെ ആദ്യ ഭവനം ജൂലൈ 27-ന് കാട്ടാക്കട തൂങ്ങാംപാറ മാവുവിളയിൽ ജ്ഞാനാംബികയ്ക്ക് നൽകി. താക്കോൽദാന കർമ്മം ഡോക്ടർ സണ്ണി സ്റ്റീഫൻ നിർവഹിച്ചു. 2025 മാർച്ച് 9-ന് തിരുവനന്തപുരം മാർത്തോമ ബിഷപ്പ് ഐസക് മാർ ഫിലിക്സിനോസ് തറക്കല്ലിട്ട് ആരംഭിച്ച ഭവന നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കി. 3 ബെഡ്റൂമോട് കൂടിയ ഭവനത്തിന്റെ നിർമ്മാണ ചെലവ് US വേൾഡ് പീസ് മിഷൻ സ്പോൺസർ ചെയ്തതാണ്. വേൾഡ് പീസ് മിഷൻ ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ ഫിലിപ്പ് ജോസ്, സജി ഫിലിപ്പ്, വേൾഡ് പീസ് മിഷൻ തിരുവനന്തപുരം മാനേജർ ബീന അജിത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്യാമ, ഉഷശ്രീ മേനോൻ, ഷീല എബ്രഹാം, വിമൽ സ്റ്റീഫൻ, ഭൂമി ദാനം ചെയ്ത കുടുംബങ്ങൾ തുടങ്ങിയവർ തദവസരത്തിൽ സന്നിഹിതരായിരുന്നു. US വേൾഡ് പീസ് മിഷന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ നിന്നെത്തിച്ച വസ്ത്രങ്ങളും ഇതോടൊപ്പം വിതരണം ചെയ്തു. ആദ്യ ഭവനത്തിന്റെ താക്കോൽദാനത്തിന് ശേഷം തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ രണ്ടാമത്തെ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം വേൾഡ് പീസ് മിഷൻ ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ ഫിലിപ്പ് ജോസ് നിർവഹിച്ചു. വേൾഡ് പീസ് മിഷൻ ചെയർമാൻ ഡോക്ടർ സണ്ണി സ്റ്റീഫൻ, വെമ്പായം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജയൻ,
മെമ്പർ രാഹുൽ താഴേക്കര, മറ്റു വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ, നാട്ടുകാർ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലുടനീളം ഇതുവരെ 4 ഭവനങ്ങൾ പൂർത്തിയാക്കി. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറമെ കൊല്ലം, അഞ്ചൽ, പത്തനംതിട്ട കോന്നി, കോട്ടയം കല്ലമ്പാറ എന്നിവിടങ്ങളിലാണ് ഭവനങ്ങൾ പൂർത്തിയായത്. ഡോക്ടർ അജു ഡാനിയേൽ കൊല്ലത്തും ഡോക്ടർ വർഗീസ് ആന്റണി പത്തനംതിട്ടയിലും ഫിലിപ്പ് ജോസഫ് കോട്ടയത്തും വീടുകളുടെ നിർമ്മാണ ചെലവുകൾ സ്പോൺസർ ചെയ്തു. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ പുതിയ ഭവനങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 2026 ഡിസംബറിന് മുൻപ് 140 ഭവനങ്ങൾ പൂർത്തീകരിച്ച് നൽകുവാനുള്ള ദൗത്യത്തിലാണ് വേൾഡ് പീസ് മിഷൻ പ്രവർത്തകർ. സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്ലാസുകൾ, കുടുംബ പ്രശ്നങ്ങളുമായി വരുന്നവർക്ക് സൗജന്യ കൗൺസിലിംഗ് സൗകര്യം, വിവിധ ജില്ലകളിൽ അന്നദാന പദ്ധതി, വിദ്യാഭ്യാസ ധനസഹായം, ചികിത്സാ ധനസഹായം, വിവാഹ ധനസഹായം തുടങ്ങിയ ഒട്ടേറെ സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിൽ വേൾഡ് പീസ് മിഷൻ സജീവമാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.